ഹലോ എവ്രി വൺ, നമുക്കിന്ന് ഒമാനിലൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് വരലുള്ള ഇവിടുത്തെ ഈ ഒരു വിൻഡോയിലുള്ള വ്യൂ വാസ് ഓസം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഡ്യൂട്ടിക്ക് പോകണമല്ലോ. അപ്പോൾ ഞാൻ കിച്ചണിൽ കയറി, എനിക്ക് അധികം ഒന്നും കുക്ക് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു സീരിയൽസ് ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പോൾ പാൽ ഓൾറെഡി ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചൊരു സീരിയൽ, എനിക്ക് ബ്രാൻഡൊന്നും അറിയത്തില്ല, റൈസ് ക്രിസ്പിൻ്റെ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അതാക്കിയിട്ട് ഞാനതിങ്ങ് കഴിച്ചു. ഇതിന് ശേഷം എനിക്ക് റെഡി ആവാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുൾ റെഡിയായി ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. നമുക്ക് ക്യാബ് വരും കേട്ടോ. അപ്പം ക്യാബിലാണ് നമ്മൾ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പം നമ്മുടെ ചേട്ടൻ വന്നു, ചേട്ടൻ്റെ കൂടെ കയറി. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ജി-ടെക്കിൻ്റെ ഗ്ലോബൽ ക്യാമ്പസിലാണ്. ഇതാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ഞാൻ നാട്ടിലും ജി-ടെക്കിൽ തന്നെ ആയിരുന്നു. അപ്പം നേരെ ഒമാനിലോട്ട് വന്നതാണ്. ഇതാണ് കേട്ടോ എൻ്റെ ക്യാബിൻ. ഈ ക്യാബിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ എയർപോർട്ടാണ് കാണുക. കുറേ ഫ്ലൈറ്റ്സൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് ആയപ്പം ഞങ്ങൾ ഇന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതും ബ്രെഡും ഓംലേറ്റും ആയിരുന്നു. നമ്മൾ വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആവുന്നല്ലേ ഉള്ളൂ. ഒരു എന്താ പറയുക, അൺറാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ബ്രെഡും ഓംലേറ്റും കഴിച്ചു. പിന്നെ ഒരു അവോക്കാഡോ ഷേക്കും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈവനിങ് തിരിച്ച് പോകുന്ന വഴിക്കുള്ള സീനറി ആട്ടോ. ഒമാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കാണാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഈ ഈവനിങ് റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് അനീഷേട്ടൻ്റെ കൂടെ പാൽക്കപ്പി ബീഫൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേയിലാണ്. നമുക്ക് അടുത്ത ദിവസം വേറൊരു